Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് പല പ്രേക്ഷകരിൽ നിന്നും വന്ന ചോദ്യങ്ങളിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതിനുത്തരവുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതാരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്നു വയ്ക്കാം. പരിശുദ്ധാത്മാവാണ് വലിയ ജ്ഞാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നത്. കൃപ കൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന, കേൾക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവാണ് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരുവാൻ പോകുന്നത്. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ ഈ എപ്പിസോഡിനെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ, TOB എപ്പിസോഡുകൾ ധാരാളം ആളുകൾ അത് കാണുന്നു. അതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ നമ്മളെടുത്ത് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾ നമുക്കിവിടെയുണ്ട്. മഞ്ജു, ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് വായിക്കാവോ? സാർ, ഞാൻ ഒരാളുമായി വളരെയധികം സ്നേഹത്തിലാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ സ്നേഹം ശരീരം പങ്കുവെച്ച് പ്രകടിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പല അവസരങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ജനറലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് കുറേ കൂടെ ആഴമായിട്ട് ഇതിനെക്കുറിച്ച്, എന്തുകൊണ്ട് ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തിയുമായിട്ട് എൻ്റെ ശരീരം പങ്കുവെക്കുന്നതിൽ എന്താണ് തെറ്റ്, എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാവുന്നതുപോലെ തിയോളജി ഓഫ് ദ ബോഡി നമ്മൾ എന്തുകൊണ്ട്, വായി എന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ തിയോളജി ഓഫ് ദ ബോഡി എന്ന പഠനം നമുക്ക് ഉത്തരം നൽകുന്നത്. അപ്പം ഞങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിൻ്റെ ഒരു പ്രകടനം, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് ഞങ്ങൾ തമ്മിലുള്ള ശാരീരികമായിട്ടും മറ്റ് ഉള്ള ബന്ധങ്ങളും ഞങ്ങളുടെ ശരീരം പങ്കുവെക്കുന്നതും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു വളരെ കോമണായിട്ടുള്ള ഒരു ചോദ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതെ. അപ്പം നമുക്ക് ഇന്ന് ക്യാമ്പസുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട്? ഇനി നമുക്കൊരു ചോദ്യം കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാ അടുത്ത വായിക്കുന്നത്? ആൽബിനോ? സെബിൻ എന്നാ വായിച്ചോ. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പരസ്പരം ശരീരം പങ്കുവയ്ക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് നമ്മളെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ, ഒരു പക്ഷേ വാക്കാലോ മറ്റു രീതിയിലോ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്തായാലും ഉടനെ തന്നെ വിവാഹിതരാകും. അപ്പോൾ ഇനിയും നമ്മൾ ഈ വെയിറ്റിംഗ് പീരീഡിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറിക്കൂടെ, പ്രത്യേകിച്ച് ശരീരം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ? അപ്പോൾ ഇതാണ് ഈ ചോദ്യം. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഉത്തരം ഇന്ന് ലഭിക്കുമ്പോൾ ഞാൻ ചില തിയോളജി ഓഫ് ദ ബോഡിയിലൂടെ ദൈവം മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിൽ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊരു അവലോകനം നടത്താൻ പോവുകയാണ്.
അപ്പം ഞാൻ നമ്മുടെ ആദ്യ എപ്പിസോഡുകളിലൊക്കെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം നൽകിയിരിക്കുന്നത്? അപ്പോൾ ഇത് ഒരു പക്ഷേയെങ്കിൽ ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളമല്ല, ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തിനാ ദൈവം നമുക്കൊരു ശരീരം തന്നിരിക്കുന്നത്? ഇതൊരു ചോദ്യം ഞാൻ പണ്ട് ചോദിക്കുകയുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ആൽബിൻ, എന്താ? അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാനാണ് ദൈവം നമുക്ക് ശരീരം തന്നത്. വെരി ഗുഡ്. അദൃശ്യനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാനാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിലൂടെ, നമ്മുടെ സെക്ഷുവാലിറ്റിയിലൂടെ ദൈവം വെളിപ്പെടുത്തപ്പെടുന്നു. അവർ ബോഡി റിവീൽസ് ഗോഡ്. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നമ്മൾ ഈ ഉത്തരത്തിലേക്ക് പോകുമ്പോഴേ. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ സ്ലൈഡിൽ കാണാം. അദൃശ്യനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കാനാണ് ദൈവം നമുക്ക് ശരീരം നൽകിയത്. നമുക്ക് ദൈവത്തെ കാണാനാവില്ല, പക്ഷേ നമ്മുടെ ശരീരം ദൈവത്തെ വെളിവാക്കുന്നു. അപ്പോഴേ ഇതിനാസ്പദമായി ഞാനൊരു തിരുവചനം കൂടി, ആർക്കെങ്കിലും അതൊന്ന് വായിക്കാമോ? സ്നേഹ, വായിച്ചു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അതിലുപരി നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നു. അതാരും ആയിക്കൊള്ളട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണ് എങ്കിലും നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. അതാണ് തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ പലപ്പോഴും ഈ ചിന്താഗതിയുടെ പിന്നിലുള്ള ഒരു വലിയ തത്വം ഇതാണ്: ഇതെൻ്റെ ശരീരം, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ശരീരത്തെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, അപ്പോൾ ഫ്രീഡത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ചിന്താഗതി ഇതിൻ്റെ പിന്നിലുണ്ട്, ഈ ചോദ്യത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ എൻ്റെ ശരീരമല്ലേ, ഞങ്ങൾ രണ്ടുപേര് സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൂടാ? എന്തിനാണ് മറ്റുള്ളവരതിൽ ഇടപെടുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കേണ്ടത് ഇതാണ്, മനസ്സിലാക്കേണ്ടത് ഇതാണ്: എൻ്റെ ശരീരം എൻ്റെ സ്വന്തമല്ല, ഞാൻ വെറും അതിൻ്റെ കാവൽക്കാരൻ, കാത്തു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ എൻ്റെ ശരീരത്തെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുകയല്ല. കുറച്ച് കാലത്തേക്ക് നമുക്ക് ഈ ശരീരത്തെ ദൈവം ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ഈ ശരീരത്തെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചുമുള്ളത്, അതനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇതാണ് അതിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു വശത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത്. എന്നാൽ ഞാനിനിയും വേറൊരു പോയിൻറ്റും കൂടെ ഇതിനകത്തിൽ കുറേ ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഇവിടെ ചോദ്യത്തിൽ വായിക്കുകയുണ്ടായി, ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണ്. സ്നേഹം ഏറ്റവും അധികം ഇന്നത്തെ കാലഘട്ടത്തിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് സ്നേഹം. എന്തിനും നമ്മൾ സ്നേഹമെന്ന് പറയും, പക്ഷേ സ്നേഹം എന്താണ് എന്ന് നമുക്ക് ആർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഈ സ്നേഹം എന്താണ് എന്നുള്ളത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനൊരു വ്യക്തത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നമ്മുടെ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും പലപ്പോഴായിട്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ദ ലവ് മീൻസ് ടു ബി എ സെൽഫ് ഗിവിങ് ഗിഫ്റ്റ്. ഇപ്പോൾ സ്നേഹിക്കുക, ഞാൻ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സ്വയം ദാനമായി നൽകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് യേശു ക്രിസ്തുവിലൂടെ ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയപ്പോഴാണ് ഇത് നമുക്ക് വ്യക്തത ഇതിന് കൂടിയത്. അപ്പോൾ ദൈവം സ്നേഹമാകുന്നു. എങ്ങനെയുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റേത്? അതാണ് പറഞ്ഞത് സെൽഫ് ഗിവിങ് ലവ്. അപ്പം ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് എന്നെ തന്നെ സ്വയം ദാനമായി നൽകുക. അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അവിടെ അങ്ങ് സ്റ്റോപ്പ് ആവും.
ഈ എന്നെ തന്നെ സ്വയം ദാനമായി നൽകുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു വ്യക്തിക്ക്, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം ദാനമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ ചിന്തകളും നമ്മുടെ കഴിവുകളും നമ്മുടെ മനസ്സും പൂർണ്ണമായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കുക. വെരി ഗുഡ്. റോയ് പറഞ്ഞതിൽ ഒരുപാട് ആശയങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ സ്ലൈഡ് അവിടെ നിങ്ങൾക്ക് കാണാം. ടു ബി സെൽഫ് ഗിവിങ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് എംപ്റ്റീയിങ് ലവാണ്. സ്വയം നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായ സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും അപ്പം സ്വയം നമ്മളെ തന്നെ, ഇപ്പം ഇവിടെ പറഞ്ഞു നമ്മളുടെ കഴിവുകളും നമ്മുടെ എല്ലാം അങ്ങോട്ട് ദാനമായി കൊടുക്കുമ്പോൾ അതാണ് ഈ സ്വയം സെൽഫ് എംപ്റ്റീയിങ് ലവ്. നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന അതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം അതിതാണ്, അതൊരു ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരാളെ അങ്ങേ അറ്റം സ്നേഹിക്കുന്നു. ഇപ്പോൾ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയാണ്. ക്രിസ്തു നമ്മളെ അങ്ങേ അറ്റം സ്നേഹിച്ചു, പക്ഷേ എങ്കിൽ അതങ്ങ് ഭയങ്കര ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തരത്തിലും അല്ല, ഡിസ്ഇൻട്രസ്റ്റഡ് ലവ്, ഇൻട്രസ്റ്റ് നമുക്കുണ്ട്, പക്ഷേ ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്നേഹം. അതാണോ? തിരികെ പ്രതീക്ഷിക്കാത്ത സ്നേഹം. എന്നാലും ഈ ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ ആഴമുണ്ട്. ചിന്തിച്ചു നോക്കി. നമുക്ക് വേണ്ടി സമർപ്പിച്ച ഒരു അതായത് അതായത് എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റും ഇവിടെ കണക്കിലെടുക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ അങ്ങ് ശൂന്യവൽക്കരിക്കുക, എന്നെ തന്നെ ഇല്ലായ്മ ചെയ്താൻ ഞാൻ റെഡിയാ നിനക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത്. ഇത് യേശു ക്രിസ്തു ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ട്, ഇപ്പം നമുക്ക് ഒരു സ്വർഗസ്ഥനായ അപ്പനുണ്ട്, അപ്പച്ചനുണ്ട്. ഈ അപ്പൻ്റെ പേര് സ്നേഹമാണ്. ഇതാണ് സ്നേഹം. അത് ഞാൻ എൻ്റെ ഈ ഇൻകാർണേഷനിലൂടെ, ഈ മനുഷ്യ അവതാരത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. സ്വയം തന്നെ തന്നെ ശൂന്യമാക്കുന്ന, ദാനമായി നൽകുന്ന, അവസാനം ഇതാ എനിക്ക് അത്രത്തോളം അങ്ങ് സ്നേഹമാണ്, എനിക്ക് നിന്നിൽ അത്രത്തോളം ഇൻട്രസ്റ്റാണ്, എൻ്റെ ഇൻട്രസ്റ്റുകളെല്ലാം ഞാൻ വിട്ട് നിന്നെ സ്നേഹിക്കുന്നു. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തികളെ, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്നേഹമാണോ ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ വിവാഹത്തിന് മുമ്പ് നമുക്ക് ഒത്തിരി ഹോർമോണൽ അട്രാക്ഷൻസ് ഉണ്ട്, അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ച് ഇരിക്കുന്നത്. പുരുഷന്മാർക്ക് സ്ത്രീകളോട്, സ്ത്രീകൾക്ക് പുരുഷന്മാരോട് നാച്ചുറലായിട്ട് ഒരുപാട് അട്രാക്ഷനും ഒത്തിരി ലൈക്കിങ്ങും ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ശരീരം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമ്മൾ അത്രത്തോളം ഈ ഒരു സെൽഫ് എംപ്റ്റീയിങ്, ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് ലവിൻ്റെ സ്റ്റേജിൽ എത്തിയിട്ട് നമ്മൾ ശരീരം പങ്കുവയ്ക്കാൻ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഈ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ് അത് നമ്മളിപ്പം മനസ്സിലാക്കണം. ഇനി നമ്മൾ പോവുകയാണ്. നമ്മളെല്ലാവരും സ്വയം ദാനമായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രഥമ വിളി അതാ. ദാറ്റ് ഈസ് അവർ പ്രൈമറി വൊക്കേഷൻ. അപ്പം നമ്മളെല്ലാവരും സ്വയം ദാനമായി, അത് വിവാഹത്തിലൂടെയാകാം, മറ്റ് ജീവിത അന്തസ്സുകളിലൂടെയൊക്കെ സ്വയം ദാനമാകുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അത് നമ്മുടെ ശരീരത്തിൽ ദൈവം സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളെ സ്ത്രീയും പുരുഷനുമായി ഈ ലോകത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഈ സ്നേഹം ഒരു യുവാവും യുവതിയും തമ്മിൽ,
അല്ലെങ്കിൽ രണ്ട് ചെറുപ്പക്കാർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർ ഇതിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ ഞാനൊരു പെട്ടെന്നൊരു ടെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. അവരോട് ചോദിക്കും, സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന്. വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ലവ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ആ ചോദ്യം അവിടെ ഇട്ടിട്ടുണ്ട്. സ്നേഹത്തിന് വിരുദ്ധമായത് എന്താണ്? വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ലവ്? അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ പഴയ ഒരു എപ്പിസോഡിൽ ഇതിന് ഉത്തരം നമ്മൾ കൊടുത്തതാണ്. നമ്മളിത് ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? എൻ്റെ ക്ലാസ് റൂം പെട്ടെന്ന് പറ. ഹേറ്റ്രഡ്. ഓക്കെ, അപ്പം എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ്? കരുണയില്ലാത്ത അവസ്ഥ. കരുണയില്ലാത്ത അവസ്ഥ. പെട്ടെന്ന് പറഞ്ഞോ. ഹേറ്റ്. ആ, ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ. ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ. ഇനി ഇവിടെ കേൾക്കട്ടെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അസൂയ. പിന്നെ എനിമിറ്റി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ധാരാളം ട്രഡീഷണലായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് സ്നേഹത്തിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെൻറ്റും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാണ്. നമുക്ക് അവിടോട്ട് നോക്കാം. ദി ഓപ്പോസിറ്റ് ഓഫ് ലവ് ഈസ് ടു യൂസ് അനദർ പേഴ്സൺ. വേറൊരു വ്യക്തിയെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയെ സ്നേഹിക്കാതെ ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മളൊരു വ്യക്തിയെ ഉപയോഗിക്കുകയാണ്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ സ്നേഹമല്ല, അതിന് പകരം അതെന്താണ് അവിടെയുള്ളത്? ലസ്റ്റാണ്. എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വികാരങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വ്യക്തിയെ ഉപയോഗിക്കുകയാണ്. അത് വീണ്ടും വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞ ഇതാണ്. ഒരു വ്യക്തി ഉപയോഗിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മുടെ അന്തസ്സ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ അവബോധത്തിൽ അത് നിരക്കാത്തതാണ്. വാസ്തവത്തിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അന്തസ്സിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിലൂടെ ആ വ്യക്തിയെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അന്തസ്സ് കാണിക്കുവാൻ നാം എല്ലാവരും കൂടുതൽ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥമായ സംതൃപ്തിക്കായി മറ്റൊരു വ്യക്തിയെ ഉപയോഗിക്കുക എന്നതാണ് സ്നേഹത്തിൻ്റെ വിപരീതം. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റും. അപ്പോഴേ ഇന്ന് നമ്മളോട് ഈ ചോദ്യം ചോദിച്ച അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവരുടെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാകാം. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വികാരം അല്ലെങ്കിൽ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ സ്നേഹം കൊണ്ടാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ സ്നേഹം കൊണ്ടാണോ അങ്ങനെയുള്ള ചിന്ത വരുന്നത്? ആണോ? യഥാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരുമോ വിവാഹത്തിന് മുമ്പ്? കാരണം അതിനൊത്തിരി ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഇത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, ഒരു 2 മിനിറ്റ് നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി, ഒരു ശാരീരിക സൗഖ്യത്തിന് വേണ്ടി, ഒരു സമാധാനത്തിനോ സന്തോഷത്തിനോ ഒരു സെക്ഷൽ റിലീവിങ്ങിന് വേണ്ടി ചെയ്യുന്നതിൽ ഉപരി ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ, ഞങ്ങൾ സ്നേഹമാണ് എന്ന് പറഞ്ഞത് തന്നെ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അല്ല. യഥാർത്ഥത്തിൽ അത് സ്നേഹത്തിന് പകരം എന്താണ് അവിടെയുള്ളത്? ലസ്റ്റ്. എന്താണ് സ്നേഹത്തിന് പകരം അവിടെയുള്ളത്? ലസ്റ്റാണ്. കാരണം എന്താണ്? എൻ്റെ വികാരങ്ങൾക്കൊരു മറുപടിയായിട്ട് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. എനിക്ക് നിന്നെ വേണം, നിനക്കെന്നെ വേണം. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ വികാരങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ലസ്റ്റ്. അപ്പോൾ സ്നേഹത്തിൻ്റെ അഭാവത്തിൽ അത് ലസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകുക. അപ്പോൾ നമ്മൾ ഈ കോളേജുകളിലും ഈ ടീനേജിലും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഈ അട്രാക്ഷനും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന ഈ ലസ്റ്റ്, സ്നേഹത്തിന് വിപരീതമായിട്ടുള്ള
ഒരു വ്യക്തിയെ ഉപയോഗിക്കാവുന്ന ആ ടെൻഡൻസിയും ഒക്കെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള വികാര ആവേശങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ വെറും സ്നേഹത്തിൻ്റെ ഒരു വേഷം അണിയിച്ചുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അത് ശരിയല്ല. അപ്പോൾ അത് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട്, ഓഡിയൻസിനോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും വ്യക്തമായിട്ട് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ ശരീരത്തിന് ഒരു പ്രോഫറ്റിക് റോളുണ്ട് എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ശരീരം കൊണ്ട് സത്യവും പറയാം, കള്ളവും പറയാൻ പറ്റും. ഈ സ്ലൈഡ് അങ്ങോട്ട് നോക്കിയേ. ശരീരത്തിന് സത്യം സംസാരിക്കുവാൻ, ശരീരം കൊണ്ട് സത്യം സംസാരിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് അതുകൊണ്ട് നമുക്ക് കള്ളവും പറയാം. അവിശ്വസ്തതയുടെ ഭാഷയും അതിന് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിനെയാണ് വ്യഭിചാരമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വിശ്വസ്തതയുടെ ഭാഷ സംസാരിക്കാൻ പറ്റുന്നത് പോലെ വിവാഹത്തിലൂടെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വന്ന് ഭാര്യയും ഭർത്താവും അവർ ഒന്നായി തീരുന്ന ആ വിശ്വസ്തതയുടെ ഭാഷ, അതൊരു എക്സ്പ്രഷൻ ഓഫ് ദെയർ മാരേജ് വൗസ്. അതാണ് സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൽ യൂണിയൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും അവരെടുത്ത വിവാഹ വാഗ്ദാനത്തിൻ്റെ അത് മാംസം ധരിക്കുന്നതാണ് ഈ സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരം അതാണ് വിറ്റ്നസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ശരീരം കൊണ്ട് കള്ളം പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. നമ്മളോട് തന്നെ നമ്മൾ നീതി പുലർത്താത്ത ഒരവസ്ഥയിലാണ് നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത്. ഇനി ഞാൻ വേറൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സമ്മാനം തന്നു, നല്ല മനോഹരമായിട്ടൊരു സമ്മാനം കെട്ടിപ്പൊതിഞ്ഞ് നിങ്ങൾക്ക് തന്നു. അപ്പോൾ നിങ്ങളത് തുറന്നു നോക്കി, അത് കുറച്ച് ആൾ വേണേൽ നിങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് വേറൊരു അവസരത്തിൽ വേറൊരു ആൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്, വേറൊരു വിശേഷമായിട്ട് അവർക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേയോ അല്ലെ അതുപോലുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു വിശേഷ ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഗിഫ്റ്റ് ആരും അറിയാതെ നിങ്ങൾ പൊതിഞ്ഞ് രണ്ടാമതെല്ലാം റീപാക്ക് ചെയ്ത് ഈ ആളിന് നിങ്ങൾ കൊടുക്കുമോ? ഇല്ല, കൊടുക്കത്തില്ല. കാരണം എന്താണ്? അത് നമ്മൾ ആ ആളിനോടുള്ള വലിയൊരു അവഗണനയാണ്. നമ്മളെ ക്ഷണിച്ചവരോടുള്ളൊരു അവഗണന, ആത്മാർത്ഥമില്ലായ്മയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷി കുത്ത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ലേലും ഈ റീഗിഫ്റ്റിംഗ് കോൺസെപ്റ്റാണ് ശരിക്കും വിവാഹത്തിന് മുമ്പ് നമ്മൾ ലൈംഗികമായിട്ടുള്ള ആ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് ഒരുപക്ഷെ ആ വ്യക്തിയെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ തന്നെയും അതിൽ ആത്മാർത്ഥതയില്ല. അപ്പോഴേ നമ്മളെന്താ ചെയ്യുന്നത്? വേറൊരാൾ ഉപയോഗിച്ച്, ഒരിക്കൽ ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുകയുണ്ടായി, നിൻ്റെ ഭാര്യയെ, നിനക്ക് ഫ്യൂച്ചറിൽ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയെ 1-2 വേറെ ചെറുപ്പക്കാർ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു ചിന്ത കടത്തി ഞാൻ വിടുകയാണെങ്കിൽ നിൻ്റെ റിയാക്ഷൻ എന്താ? ആളവിടെ നിന്ന് ശോഭിക്കാൻ തുടങ്ങി. എന്താണ്? എൻ്റെ ഭാര്യയാകുന്നവൾ വേറൊരു മനുഷ്യൻ തൊടാൻ പാടില്ല. അത് സ്വാഭാവികമായിട്ട് വന്നൊരു റിയാക്ഷൻ. അപ്പം ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, വിവാഹത്തിന് മുമ്പ് ശാരീരികമായി സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ശരീരം പങ്കുവയ്ക്കുന്ന വ്യക്തികൾ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ചെയ്യുന്നേ? അല്ലേ? റീഗിഫ്റ്റിംഗ്. ആരും അറിയാതെ എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് രണ്ടാമതും ആർക്ക് വേണ്ടിയാണോ അവർ കാത്തിരുന്നത് ആ ആളിന് ഉപയോഗിച്ച ഒരു സാധനം കൊണ്ട് കൊടുക്കുക. അതാണ് റീഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ആഗ്രഹമില്ല, പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക് ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴേ നമ്മൾ ഈ ലോകത്തിൽ എന്തിനാണ് സ്ത്രീയായിട്ട് പുരുഷനായിട്ട് ദൈവം നമ്മളെ ഇവിടേക്ക് വിട്ടിരിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അതിൻ്റെ പർപ്പസ് ഇതാണ്, ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, സ്ത്രീയും പുരുഷനുമായിട്ട്. അപ്പോൾ ത്രിത്വൈക ദൈവത്തിൽ നടക്കുന്നതായ ആ വലിയ സ്നേഹത്തിൻ്റെ പ്രക്രിയ ഇവിടെ വിവാഹിതരായ 2 വ്യക്തികൾ പരസ്പരം അവരുടെ ശരീരം ആത്മാർത്ഥതയിൽ അവരെടുക്കുന്ന വിവാഹ വാഗ്ദാനത്തിലൂടെ ആ കമ്മിറ്റ്മെൻറ്റിലൂടെ അവർ ശരീരം പങ്കുവെക്കുമ്പോൾ
ത്രിത്വൈക ദൈവത്തിൽ നടക്കുന്ന അതേ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊരടയാളമായി നമ്മൾ ഈ ലോകത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് സ്ത്രീ ശരീരവും പുരുഷ ശരീരവും നമുക്ക് നൽകിയത്. ഞാൻ അവിടെ നിങ്ങളുടെ സ്ലൈഡ് ശ്രദ്ധയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഈ അദൃശ്യമായ വിവാഹ ബന്ധത്തിൻ്റെ ദൃശ്യമായ പ്രകടനമാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് നമ്മുടെ കൾച്ചർ പറയുന്നത് പോലെ അതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ എനിക്കൊരു സന്തോഷം ചുമ്മാതെ എൻ്റെ ലെസ്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ ഉള്ളതല്ല. വിവാഹ വാഗ്ദാനങ്ങളുടെ വാക്കുകൾ മാംസമായി മാറുന്നത് അവിടെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. പല എപ്പിസോഡുകളിലും നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ 4 വിവാഹ വാഗ്ദാനങ്ങൾ എടുക്കുന്നുണ്ട്. ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. സ്വതന്ത്രമായി, വിശ്വസ്തമായി, പൂർണ്ണമായി, ഫലദായകമായി. ഇത് ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡാണ്. ഇത് പല എപ്പിസോഡുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാംസം ധരിക്കുന്നതാണ് വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വന്ന് അവർ ഒരു ശരീരമായി തീരുന്നത്. അല്ലാതെ ഇത് വേറൊരു ഒരു ഒരു ചിന്താഗതി അല്ല അതിൻ്റെ പിന്നിലുള്ള രഹസ്യം. ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ അതാണ്. അതുകൊണ്ടാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട്, ഇത് സഭയുടെ പഠനങ്ങളാണ്, എന്നാൽ തന്നെയും ഇത് ഏത് വ്യക്തികൾക്കും ഈ സത്യം മനസ്സിലാക്കുവാൻ പറ്റും. ഒന്ന് വായിക്കാവോ അത്? ഏത് കാരണത്താലായാലും ആരാ വായിക്കുന്നത്? വിവാഹത്തിനു വെളിയിൽ ലൈംഗിക കഴിവിനെ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത് സത്താപരമായി അതിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. വിവാഹത്തിന് വെളിയിൽ ഏത് കാരണത്താലും ലൈംഗിക കഴിവുകളെ ഉപയോഗിക്കുന്നത് ഇൻ ഇറ്റ്സ് എസൻസ് ഇറ്റ്സെൽഫ് സത്താപരമായി അതിന് എതിരാണ്. അതായത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒരു മോറൽ ഡിസോർഡർ തന്നെ വരികയാണ്. പാപം എന്നുള്ളത് കോൺസെപ്റ്റ് ഈ മോറൽ ഡിസോർഡർ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. അതൊരു മോറൽ ഡിസോർഡറാണ്. എന്തോ ഒരു വലിയ ഡിസോർഡർ അവിടെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ കുത്തഴിഞ്ഞ മോറൽ ഡിസോർഡറുള്ള ചിന്താഗതികളും പ്രവൃത്തികളുമാണ്. ഇന്ന് ലോകത്തിൽ നമുക്ക് പലതും ഇതിനെ ആസ്പദമാക്കി ധാരാളം അനുഭവങ്ങളും സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഇവിടെ നമ്മൾ സ്നേഹമില്ലാത്ത ലൈംഗിക പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, അതായത് ഭാര്യയും ഭർത്താവും ഒരു ഹൃദയവും ഒരാത്മാവുമായി തീർന്നുകൊണ്ട് തങ്ങളുടെ മാനുഷിക പൂർണ്ണത കൈവരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശാരീരികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ അതാണ് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പല ധാർമ്മികമായ ഡിസോർഡറും ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വിടുകയാണ് ഈ സ്ലൈഡ്. ലൈംഗിക ധാർമ്മികത, ദ മൊറാലിറ്റി ഓഫ് സെക്ഷൽ ആക്ട്. അപ്പോൾ ഇവിടെ പല ആളുകളും ചോദിക്കുന്നു, ഞങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണിത്. ലൈംഗിക ധാർമ്മികത, ദ മൊറാലിറ്റി ഓഫ് സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ സംശയവും നമുക്ക് ചോദിക്കാം. ദൈവം സ്നേഹിക്കുന്നത് പോലെ എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് ആ വ്യക്തിയെ സ്വയം മറന്നുകൊണ്ട്, എന്നെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, സ്വയം ദാനമായി കൊടുത്തുകൊണ്ട്, എൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം വിട്ടുകൊണ്ട് ആ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കില്ല എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കാതെ, വിവാഹമെന്ന ഒരു കമ്മിറ്റ്മെൻറ്റിലൂടെ അവർ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാതെ നമ്മൾ ഏത് പ്രവൃത്തികൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചാലും അവിടെ ധാർമ്മികമായിട്ടുള്ള അധപ്പതനമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ശരീരത്തെ ദുരുപയോഗിക്കലാണ്. അതിന് അതിൻ്റേതായ തിക്തഫലങ്ങൾ വരും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശാരീരികമായിട്ട് വിവാഹത്തിന് മുമ്പ് ബന്ധപ്പെടുന്നവർ, അവർക്ക് ഏതെങ്കിലും കാരണത്താൽ അതിൻ്റെ ഫലമായിട്ടൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ എന്തു ചെയ്യും? ഞാൻ ഇങ്ങനെ ചെറുപ്പക്കാരോട് ചോദിക്കാറുണ്ട്. അവർ പറയും ഞങ്ങൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കും. എന്നാൽ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണക്കും പ്രകാരം
ഇന്ന് ലോകത്ത് നടക്കുന്ന അബോർഷനിൽ 54% ഈ കോൺട്രാസെപ്ഷൻ ഫെയിലിയറിൽ നിന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന 54% അബോർഷനും കോൺട്രാസെപ്ഷൻ ഫെയിലിയറിൽ ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിനകത്തിൽ അവിടെ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഒരു കാര്യമില്ല. അപ്പോൾ വികാരത്തിൻ്റെ ആവേശത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ആ കുഞ്ഞിനെ കൊല്ലണം, പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള ആ ജീവിതം തന്നെ അവിടെ തകർന്നു പോവുകയാണ്. അപ്പോൾ ഒരു തിന്മയ്ക്ക് അതിന് ചെയിനായിട്ടുള്ള എഫക്റ്റാണുള്ളത്. അത് ദൈവം വരുത്തി വയ്ക്കുന്നതല്ല, നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സെക്ഷുവാലിറ്റി മനോഹരമായ ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ ഒരു സൂക്ഷിപ്പുകാരൻ്റെ ജോലിയിൽ സൂക്ഷിച്ച് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വ്യക്തിയുമായിട്ട് മാത്രം പങ്കിടുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് സംശയങ്ങളുള്ള എല്ലാ വ്യക്തികളെയും സമൃദ്ധമായിട്ട് അതിനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ജീസസ് ലവ്സ് യു ഓൾ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാനും ഡിസ്കസ് ചെയ്യുവാനും പോകുന്നത് സ്വയം ഭോഗത്തിൻ്റെ അധാർമികത, അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ധാരാളം സംശയങ്ങൾക്ക് ഉത്തരവുമായി കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡ് എന്തുകൊണ്ട് സ്വയം ഭോഗം തെറ്റ് ആണ് എന്ന് പറയുന്നത്. John Paul II's Theology of the Body.